ദേവി മഹാഭാഗവതത്തിലെ കഥകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. അതിൽ ദേവിയുടെ മഹാത്മ്യത്തെ പറ്റി പറയുന്ന ഒരു പുണ്യകഥ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വൈവസ്വത മനുവിൻ്റെ പുത്രന്മാരിൽ ഏറ്റവും കീർത്തി കേട്ട ഒരു രാജാവായിരുന്നു ശര്യാദി മഹാരാജാവ്. ശര്യാദി മഹാരാജാവ് ഭയങ്കര ദേവീ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഭുവനേക മോഹിനികളായ അനവധി പത്നിമാരുണ്ടായിരുന്നു. എന്നാൽ ആരിൽ നിന്നും ഒരു സന്താനത്തെ ലഭിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. പലവിധ വ്രതങ്ങളും സൽക്കർമ്മങ്ങളും നടത്തിയതിൻ്റെ ഫലമായി ഒരു രാജ്ഞി ഒരു പെൺപൈതലിനെ പ്രസവിച്ചു. ആ കുട്ടിക്ക് അവർ സുകന്യ എന്ന് പേരിട്ടു. 14 വയസ്സാകുമ്പോഴേക്കും ഒരു രാജകന്യക അറിഞ്ഞിരിക്കേണ്ട സർവ്വവിദ്യകളും സർവ്വധർമ്മശാസ്ത്രങ്ങളും ആചാര്യന്മാരെ കൊണ്ട് അദ്ദേഹം കുട്ടിയെ പഠിപ്പിച്ചിരുന്നു. ഒരു ദിവസം കാനന ഭംഗി കണ്ട് ആനന്ദിക്കുവാനായി പിതാവിൻ്റെ അനുമതിയോടുകൂടി തപോവനത്തിലേക്ക് സുകന്യ യാത്രയായി. സഖിമാരുമൊത്ത് ചിരിച്ചുല്ലസിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ജീർണിച്ച ആശ്രമത്തിൽ ഒരു വലിയ ചിതൽപുറ്റു കണ്ടു. രാജകുമാരി അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ എന്താ കാഴ്ച? തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മിന്നാമിനുങ്ങളെ പോലെ 2 പ്രാണികൾ ആ പുറ്റിനുള്ളിലിരുന്ന് സ്വയം പ്രകാശിക്കുന്നു. അതെന്താണെന്നറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് രാജകുമാരി ഒരു മുള്ളിൻ്റെ കമ്പെടുത്ത് പ്രാണികളാണെന്ന ധാരണയോടെ അവയെ മാറി മാറി കുത്തി. അപ്പോൾ പുറ്റിനകത്ത് നിന്ന് ഒരു ദയനീയമായ കരച്ചിൽ കേട്ടു. അയ്യോ ദൈവമേ, ആരാണ് എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത്? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അത് കേട്ട് പേടിച്ച് സുകന്യ സഖിമാരുടെ ഇടയിൽ പോയി നിന്നു. താൻ ഒരു തെറ്റ് ചെയ്തെന്ന് പറയാൻ ആ പെൺകുട്ടിക്ക് ധൈര്യമുണ്ടായില്ല. അന്നു മുതൽ രാജ്യത്താകമാനം ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. മഹാരാജാവിന് കൂടി അസുഖങ്ങൾ പിടിപെട്ടു. എന്താണിതിന് കാരണമെന്ന് ആർക്കും പിടികിട്ടിയില്ല. ഒരാൾ രാജാവിനോട് ഒരു ദിവസം വന്നു പറഞ്ഞു, ഒരു മുനി അവശനായ വടവൃക്ഷ ചുവട്ടിൽ ഇരിക്കുന്നത് കാണുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ടാണോ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? അപ്പോൾ രാജാവ് പറഞ്ഞു, അദ്ദേഹത്തിന് ഇവിടെ ആരും ദ്രോഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾക്കിങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്? അപ്പോൾ ധർമ്മിഷ്ഠനായ ശര്യാദി മഹാരാജാവിൻ്റെ കാലത്ത് ഇങ്ങനെ വരാൻ പാടില്ലല്ലോ എന്ന് ആളുകൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടു നിന്ന സുകന്യ സാവധാനം രാജാവിൻ്റെ അടുത്തെത്തി നടന്ന സംഭവങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു, പിതാവേ, തോഴിയെ വിട്ട് ആ മുനി ഭൃഗുനന്ദനായ ച്യവന മഹർഷിയാണെന്ന് ഞാൻ അറിഞ്ഞു. ശര്യാദി മഹാരാജാവ് സ്തംഭിച്ചിരുന്നു പോയി. ഈശ്വര, സർവോത്കൃഷ്ടനായ ച്യവന മഹർഷിയുടെ കണ്ണുകളാണോ തൻ്റെ മകൾ കുത്തിപ്പൊട്ടിച്ചത്? അപ്പോൾ തന്നെ രാജാവ് മന്ത്രിമാരെയും പൗരമുഖ്യരെയും സേനാപതിമാരെയും എല്ലാം കൂട്ടി ച്യവന മഹർഷിയുടെ അടുത്തെത്തി. മഹാമുനി, ഞാൻ ശര്യാദി മഹാരാജാവാണ്. എൻ്റെ മകളാണ് അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോയത്. സദയം ക്ഷമിച്ചു മാപ്പരുളേണേ. ച്യവന മഹർഷി എത്രയോ ദയാനുകമ്പയുള്ളൊരു മഹർഷിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, അങ്ങയുടെ അവശത കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നുന്നു എന്ന് രാജാവ് പറഞ്ഞു. താങ്കളെ സേവിക്കാൻ എത്ര സേവകർ വേണമെങ്കിലും ഇങ്ങോട്ട് അയക്കാം. അപ്പോൾ മഹർഷി പറഞ്ഞു, ഭൃത്യന്മാരെ കൊണ്ട് എനിക്ക് എന്ത് ആവശ്യം രാജാവേ? അങ്ങയുടെ പുത്രിയെ എനിക്ക് ദാനമായി നൽകൂ. സൽഗുണവതിയായ ഒരു മുനിപത്നിയായി അവൾ എന്നെ പരിചരിച്ചാൽ അതുമൂലം അവൾക്കും എനിക്കും ആത്മസംതൃപ്തിയും പുണ്യവും സിദ്ധിക്കും. മഹാരാജാവ് ഞെട്ടിപ്പോയി. ഇതാണോ ഇത്രയും ദയാനുകമ്പനായ മഹർഷി? ഭഗവാനെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? രാജാവിൻ്റെ വിഷമം കണ്ട് മഹർഷി പറഞ്ഞു, എനിക്കൊരു നിർബന്ധവുമില്ല. അവൾ ചെയ്ത ബുദ്ധിമോശം കൊണ്ട് അവൾക്ക് എന്നിൽ അനുകമ്പയും അനുരാഗവും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. താങ്കൾ വിഷമിക്കേണ്ട കേട്ടോ. രാജാവാണെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. കൊട്ടാരത്തിൽ എത്തിയ രാജാവ് വിഷാദമഗ്നനായി ഒരേ ഇരിപ്പായിരുന്നു. എല്ലാ വിവരവും മന്ത്രി സുകന്യയോട് പറഞ്ഞു. സുകന്യ രാജാവിനോട് പറഞ്ഞു, അദ്ദേഹത്തെ പരിചരിക്കുക എന്നത് എൻ്റെ മാനുഷിക ധർമ്മമല്ലേ പിതാവേ? ഞാൻ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയാകാൻ തീരുമാനിച്ചു. അത് ദൈവീക നിശ്ചയമാണ്. അതിൽ നിന്നും പിന്തിരിയാൻ അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. പാവം, ആ വൃദ്ധൻ്റെ വേദനയുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ കൊട്ടാരത്തിൽ സുഖിച്ചു ജീവിക്കും അച്ഛാ? സുകന്യയുടെ ദൃഢനിശ്ചയത്താൽ അവസാനം രാജാവ് മന്ത്രിമാരെയും കൂട്ടി ച്യവന സന്നിധിയിലെത്തി. മഹർഷി പുഞ്ചിരിയോടെ എല്ലാവരെയും സ്വീകരിച്ചതിന് ശേഷം ഒരു ശുഭമുഹൂർത്തത്തിൽ സുകന്യയെ പത്നിയായി സ്വീകരിച്ചു. ശര്യാദി മഹാരാജാവ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ സുകന്യ പറഞ്ഞു, എന്നെ ഓർത്ത് അച്ഛൻ സങ്കടപ്പെടരുത്.
കൊട്ടാരത്തിയിലെത്തിയാൽ അച്ഛമ്മമാരെയും എൻ്റെ തോഴികളെയും സമാധാനപ്പെടുത്തണം. ഞാനിവിടെ അനസൂയാദേവി എങ്ങനെ അത്രി മഹർഷിയെ പരിപാലിച്ചിരുന്നുവോ അങ്ങനെ എൻ്റെ ഭർത്താവായ ഈ മുനീശ്വരനെ പാലിച്ചുകൊണ്ട് പതിവ്രതയായി ജീവിക്കും. വൃദ്ധനും മന്ദനും വിരൂപനുമാണ് ഇദ്ദേഹമെന്ന് അച്ഛൻ വിചാരിക്കരുത്. എൻ്റെ ദൃഷ്ടിയിൽ ഇദ്ദേഹം ഏറ്റവും സുന്ദരനും ദിവ്യനും സർവദാ എനിക്ക് അനുരൂപനുമാണ്. ആ കാര്യത്തിൽ അച്ഛൻ ഒട്ടും ക്ലേശിക്കരുത്. ഒരു ഋഷിപത്നിയായി ഞാനിവിടെ ജീവിക്കും. എന്നെ കാണുവാൻ അച്ഛൻ എപ്പോൾ ആഗ്രഹം തോന്നുന്നുവോ അതറിയുന്ന മാത്രയിൽ ഞാൻ കൊട്ടാരത്തിൽ വരും. ഈ ആശ്രമത്തിലും അച്ഛൻ ഇഷ്ടമുള്ളപ്പോൾ വരാം. കണ്ണീരണിഞ്ഞ ഒരു പുഞ്ചിരി ശര്യാദിയുടെ മ്ലാനവദനത്തിൽ പ്രചരിച്ചു. അദ്ദേഹം ചോദിച്ചു, മകളെ, ഏതാണ് ഈ ആശ്രമം? ഈ മരച്ചുവടാണോ? കൊട്ടാരത്തിൽ സർവ്വസുഖങ്ങളോടും കൂടി വളർന്ന എൻ്റെ കൺമണി ഒരു മരച്ചുവട്ടിൽ ജീവിക്കണമെന്നായിരിക്കും വിധി. ഇനി അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. തൽക്ഷണം തന്നെ അദ്ദേഹം മന്ത്രിയെ വിളിച്ച് അവിടെ ഒരു മനോഹരമായ ആശ്രമം നിർമ്മിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നതിന് ആജ്ഞാപിച്ചു. സുകന്യ കൂപ്പുകൈയോടെ അപ്പോൾ പറഞ്ഞു, അച്ഛാ, എനിക്കൊരാഗ്രഹമുണ്ട്. അച്ഛനത് സാധിച്ചു തരണം. ഞാൻ ഇന്നു മുതൽ ഒരു ഋഷിപത്നിയാണ്. ആയതിനാൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും ധരിച്ചിരിക്കുന്ന പട്ടാഭരങ്ങളും ഇനിമേലെ എനിക്ക് യോജിച്ചതല്ല. അവയെ കൂടി അച്ഛൻ കൊണ്ടുപോകണം. സാധുക്കളായ എൻ്റെ തോഴികൾക്ക് അവയെ അച്ഛൻ സമ്മാനിക്കണം. ഞാൻ പോരുമ്പോൾ കണ്ണുനീരിൽ കുളിച്ചുകൊണ്ടുള്ള അവരുടെ നിൽപ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ വകയായി പെട്ടിയിലിരിക്കുന്ന വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൂടി അവർക്കായി എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ദാനം ചെയ്യണം. കൂടാതെ ഈ അവസരത്തിൽ ഒരു മരവുരി എനിക്ക് അച്ഛൻ വരുത്തിത്തരണം. ഒരു മുനിപത്നിക്ക് മരവുരിയാണല്ലോ ആവശ്യം. അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ എനിക്കത് തരണം. അത് ധരിച്ചുകൊണ്ട് സാവിത്രിയെപ്പോലെയും ശീലാവതിയെപ്പോലെയും ഒരു ഉത്തമ പതിവ്രതയായ ധർമ്മപത്നിയായി ഭർത്താവിനെ ഞാൻ ശുശ്രൂഷിക്കും. പുത്രിയുടെ കരളലിയിക്കുന്ന വാക്കുകൾ കേട്ട് ശര്യാദി ബാഷ്പപൂർണ്ണ നയനനായി വിതുമ്പി കരഞ്ഞു. മകളെ ഗാഠാലിംഗനം ചെയ്ത് ചുംബിച്ച് മൂർധാവിൽ അശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്ത് എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും നൽകി. അനന്തരം മന്ത്രിയെ വിളിച്ച് വൽക്കലം കൊണ്ടുവരാൻ കൽപ്പിച്ചു. തൽക്ഷണം തന്നെ മന്ത്രിയുടെ ആജ്ഞപ്രകാരം സേവകന്മാർ മരവുരികൾ കൊണ്ടുവന്ന് മന്നവൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചു. ശര്യാദി വിറയ്ക്കുന്ന ഹസ്തങ്ങൾ കൊണ്ട് അവയെ എടുത്ത് പുത്രിക്ക് നൽകിയതിന് ശേഷം അവളുടെ രാജകീയ വസ്ത്രാഭരണാദികൾ തിരിച്ചു വാങ്ങി. ശോകമൂകമായ ഒരു രംഗമായിരുന്നു അത്. കണ്ണുനീർ പൊടിയാത്ത ആരും തന്നെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പരമദുഃഖിതനായി രാജാവ് പരിവാരസമേതൻ രാജധാനിയിലേക്ക് തിരിച്ചു പോന്നു. അന്തപുര എന്നൊരു സന്താപസാഗരമായി മാറി. ഇതിൽ നിന്നും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ കഥ കേട്ടാൽ നമ്മൾക്ക് എന്താ മനസ്സിലാകുക? എത്ര സർവോന്നതനായ യതിവര്യനാണെങ്കിലും വിധിപ്രകാരമുള്ള പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചേ കഴിയും. അതൊരു മനുഷ്യജന്മമല്ല, അങ്ങനെയുമ്പോൾക്ക് കഴിയും. ഇനി ദേവി മഹാത്മ്യത്തിൻ്റെ അടുത്ത കഥ, ഈ ചൗന മഹർഷീൻ്റെ തന്നെ കഥയാണ് ഞാൻ നാളെ പറയാം. ഇതിൻ്റെ ബാക്കി നാളെ പറയാം കേട്ടോ.